നാക്കിൽ നിന്ന് പോയ ഒരു വാക്ക് 6 കുതിര പിടിച്ചാലും തിരിച്ചു കിട്ടില്ല എന്ന ഐറിഷ് നോവലിസ്റ്റായ ഒളിവർ ഗോൾഡ് സ്മിത്തിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവിടേക്കാണ് യാത്ര? ചെറിയ വാലും വലിയ തലയുമുള്ള കടൽ ജീവി മത്സ്യത്തോട് പറഞ്ഞു, കാണാതായ എൻ്റെ അമ്മയെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഞാനിതുവരെ അമ്മയെ കണ്ടിട്ടില്ല. കണ്ടാൽ എങ്ങനെയിരിക്കുമെന്നറിയില്ല. എന്നെ സഹായിക്കാമോ? അർത്ഥമില്ലാത്ത അന്വേഷണങ്ങളാണ് ആർക്കും ഉപകാരപ്പെടാത്ത യാത്രകൾക്ക് കാരണം. ചുവടുവെപ്പുകൾ പല കാരണങ്ങൾ കൊണ്ടാകാം. കളഞ്ഞു പോയതെന്തെങ്കിലും കണ്ടെത്താൻ, പുതിയതെന്തെങ്കിലും നിർമ്മിച്ചെടുക്കാൻ, നിലവിലുള്ളതിനെ സംരക്ഷിക്കാൻ. കാതലായ ഒരു കാര്യവുമില്ലാതെ നടത്തുന്ന യാത്രകൾക്ക് തുടക്കമുണ്ടാകും, ഒടുക്കമുണ്ടാകില്ല. എത്തിച്ചേരാൻ തീരമില്ലാതെ തുടങ്ങുന്ന യാത്രകൾ എങ്ങനെയാണ്, എവിടെയാണ് അവസാനിക്കുന്നത്? ദേശാടനത്തിന് ഇറങ്ങുന്നത് പോലെയല്ല യാത്രയ്ക്കിറങ്ങേണ്ടത്. ആരെയെങ്കിലുമൊക്കെ കാണാനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഏതിലെങ്കിലുമൊക്കെ സഞ്ചരിക്കാനും ഇറങ്ങുന്നത് പോലെയല്ല എവിടേക്ക്, എന്തിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് തീരുമാനിച്ചിറങ്ങുന്ന യാത്രകൾ. പെട്ടെന്നുണ്ടാകുന്ന വൈകാരികതയിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെടുന്നവരുണ്ട്. ഒന്നുകിൽ അതുവരെ അകറ്റി നിർത്തിയവയോടെല്ലാം ആകർഷണം തോന്നി അവരിലേക്ക് സഞ്ചരിക്കും, അല്ലെങ്കിൽ അതുവരെ അകറ്റി നിർത്തുന്നവരോടെല്ലാം വിരക്തി തോന്നി എതിർദിശയിലേക്ക് സഞ്ചരിക്കും. ഉറവിടത്തിൽ അന്വേഷിക്കേണ്ടവയെ തേടി ഊരു ചുറ്റരുത്. താൻ അന്വേഷിക്കുന്നതെല്ലാം പുറത്തെവിടെയോ ആണെന്നും അന്യദേശങ്ങളിലേക്കുള്ള അന്വേഷണ യാത്രകളാണ് ജീവിതത്തിൻ്റെ വൈവിധ്യം തീരുമാനിക്കുന്നതെന്നുമുള്ള തെറ്റിദ്ധാരണയുള്ളവർക്ക് സ്വന്തം വാസസ്ഥലങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ പോലും ഉണ്ടാകില്ല. എന്നും ഒപ്പമുണ്ടാകേണ്ടവരെക്കുറിച്ചും സന്തത സഹചാരികളാകുന്നവരെക്കുറിച്ചും അവർക്ക് ഉത്കണ്ഠയില്ല. ഒരിക്കലും നഷ്ടപ്പെടരുതാത്ത ചില ആളുകളും വസ്തുക്കളും ഓർമ്മകളുമുണ്ട്. അവയാണ് എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെയും നേട്ടങ്ങളുടെയും ആധാരം. അവയോടുള്ള നിരന്തര സമ്പർക്കമാണ് ദിനചര്യകളിലെ ഉണർവും ഉന്മേഷവും. ഒരു കാര്യമോ ഒരു വ്യക്തിയോ നഷ്ടപ്പെടുന്നത് പല കാരണങ്ങളുടെ പേരിലാകാം. ചിലതിനെ വിധി തട്ടിയെടുക്കും. എത്ര പ്രിയങ്കരമാണെങ്കിലും ആർക്കും അതിനെ തടയാനാകില്ല. തുടർച്ചയായ അവഗണനയിലൂടെ ചിലതൊക്കെ നഷ്ടപ്പെടും. അവയൊന്നും പ്രിയപ്പെട്ടതായിരുന്നില്ല എന്നതാണ് സത്യം. മുൻഗണനകൾ മാറുന്നത് കൊണ്ട് നഷ്ടപ്പെടുന്നവയുമുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ടതിനെ കണ്ടെത്തുമ്പോൾ സ്ഥിരം സഹവസിക്കുന്നവയെ മറന്നുകളയും. നഷ്ടപ്പെടുന്നതെല്ലാം വീണ്ടെടുക്കാനാവുന്നതല്ല. തിരിച്ചു കിട്ടിയാലും പഴയ മനോഹാരിത ഉണ്ടാകണമെന്നുമില്ല. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം ശുഭദിനവുമായി.